നമ്മൾ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിരുന്നത് ഫോർ എനി റിംഗ് ദർ ഈസ് എ യുണീക്ക് ഹോമോമോർഫിസം ഫ്രം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഓർ റിംഗ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ടു ദാറ്റ് റിംഗ്. സെഡിൽ നിന്ന് ഏതൊരു റിംഗിലേക്കും ഒരൊറ്റ ഹോമോമോർഫിസം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത്. അതുപോലെ ഇതിൽ ഒരു ലെമ്മ അല്ലെങ്കിൽ റിസൾട്ടോട് പ്രൂവ് ചെയ്യാനുള്ളത് ലെറ്റ് ആർ ബി എ റിംഗ്, then there exists a injective ring homomorphism from z over nz, അതിനെ നമ്മൾ zn എന്ന് വിളിക്കും, z suffix n എന്ന് വിളിക്കാം, to r when n equal to characteristic of r. അപ്പോൾ r എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് n ആയിട്ടുള്ള ഒരു റിംഗ് ആണെങ്കിൽ then there exists a injective ring homomorphism from zn to r. എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് R എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് n such that one plus 1 plus 1 എന്ന് ഉദ്ദേശിക്കുന്നത് അഡിറ്റീവ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ റിങ്ങിൽ 1 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണോ അതിനെയാണ് നമ്മൾ 1 എന്ന് വിളിക്കുന്നത്. അങ്ങനെ 1 1 1 n ടൈംസ് എഴുതിയാൽ ദാറ്റ് വിൽ ബിക്കം 0. അങ്ങനെയുള്ള സ്മോളസ്റ്റ് എന്നിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് Z3 നമ്മൾ Z3യിൽ 1 എന്നുള്ളതാണ് അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 1 വിത്ത് എനി അതർ എലിമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് സെയിം എലിമെൻറ്റ്. സോ 1 plus 1 plus 1 ഈക്വൽ ടു എത്ര വരുന്നത്? ഇറ്റ് ഈസ് 3. 3 ഇൻ Z3 മീൻസ് 0. വേറെ 1 plus 1 2 ടൈംസ് ചെയ്താൽ 0 വരുമോ? ഇല്ല. അപ്പോൾ സ്മോളസ്റ്റ് n സച്ച് ദാറ്റ് 1 plus 1 plus 1 ഈക്വൽ ടു 0 അങ്ങനെ വരുന്ന n എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3. ദെയർഫോർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് Zn വിൽ ബി n ഫോർ. ഇനി Zn-ൻ്റെ മാത്രമല്ല മറ്റു പല റിങ്ങുകൾക്കും ഇതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് Z3 എന്ന് പറയുന്ന ഒരു റിംഗ് ആണ്. എന്നാൽ Z3 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യന്റ് ഫ്രം Z3. അതൊരു റിംഗ് ആണ്. ആ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും 3 ആണ് വരിക. എന്നാൽ നമ്മൾ ഈ ഇൻഫൈനൈറ്റ് ആയിട്ട് കാണുന്ന മിക്കവാറും റിങ്ങുകൾ ഇത് ഇൻഫൈനൈറ്റ് റിംഗ് ആണ്. ഓക്കെ, സ്റ്റിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് Z3 ആണ്. ബട്ട് നമ്മൾ സാധാരണ കാണുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് Z, C, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ഇതെല്ലാം റിങ്ങുകളാണ്. ഇതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ഈക്വൽ ടു 0 ആണ്. കാരണം ഇങ്ങനെ 1 plus 1 plus 1 അതിലെടുത്താൽ അത് ഫോർ എനി n ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അത് 1 plus 1 plus n ടൈംസ് ആഡ് ചെയ്താൽ അത് എന്നിലേക്ക് എത്തുള്ളൂ, അതൊരിക്കലും 0 ആവില്ല. അതുകൊണ്ട് ദർ ഈസ് നോ സച്ച് n എക്സിസ്റ്റ്. അങ്ങനെയുള്ള റിങ്ങിനെ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് ഈസ് n ആണെങ്കിൽ Z എന്നിൽ നിന്ന് ആ റിങ്ങിലേക്ക് ദർ ഈസ് എ ഇൻജക്റ്റീവ് ഹോമോമോർഫിസം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത ഇഫ് R ഈസ് എനി റിംഗ് ദർ എക്സിസ്റ്റ് എ യുണീക്ക് ഹോമോമോർഫിസം എഫ് ഫ്രം Z ടു R. അത് തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തു. ദെൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസ് എ സബ് റിംഗ് ഓഫ് R, അതിനെ S എന്ന് വിളിച്ചു. ആൻഡ് കേർണൽ ഓഫ് എഫ് വിൽ ബി NZ. കാരണം എന്താ? കേർണൽ ഓഫ് എഫ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ k belongs to Z such that 1 plus 1 plus etc plus 1 k times will be 0. ഇങ്ങനെ k ടൈംസ് 0 ആവണമെങ്കിൽ k must be, ഇവിടെ നമ്മുടെ ഇത് എവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള ഫംഗ്ഷനാണ് എഫ് ഫ്രം Z ടു R. ആറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് n ആയതുകൊണ്ട് ഇങ്ങനെ k ടൈംസ് എടുത്താൽ 0 വരണമെങ്കിൽ ദിസ് k മസ്റ്റ് ബി ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് n.
എന്നിൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ കെ ടൈംസ് 1 എടുത്താൽ അത് 0. അപ്പോൾ കേർണലിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള കെകളുടെ കളക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി കളക്ഷൻ ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് എൻ, ദാറ്റ് വിൽ ബി എൻ ഇസഡ്. കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എൻ ഇസഡ് ആണെന്ന് കിട്ടും. ഓക്കെ, നൗ ഐസോമോർഫിസം തിയറം വെച്ചിട്ട് ഒരു ഹോമോമോർഫിസം ഉണ്ട്, അതിൻ്റെ കേർണലും നമുക്കറിയാം. ദെൻ ബൈ ഐസോമോർഫിസം തിയറം ദാറ്റ് കോഷ്യൻ റിംഗ് വിൽ ബി ഐസോമോർഫിക് ടു എഫ് ഓഫ് ഇസഡ്, അതായത് എസ്. ബൈ ഐസോമോർഫിസം തിയറം z over nz will be isomorphic to s. s എന്ന് വെച്ചാൽ എഫ് ഓഫ് ആർ. ഇത് ഐസോമോർഫിസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ആറിലേക്കുള്ള എഫ് ഓഫ് ആർ എന്ന് വെച്ചാൽ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ സബ്സെറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ എസ്സിലേക്കൊരു ഐസോമോർഫിസമാണ് നമുക്ക് കിട്ടുന്നത്, എന്നാൽ ആറിലേക്ക് അതൊരു ഹോമോമോർഫിസം ആവും. കാരണം ഓൺ ടു ആവണമെന്നില്ല, ആറിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ അത് ഓൺ ടു ആവണമെന്നില്ല, എസ്സിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ അത് ഓൺ ടു ആവും. സോ ദർ എക്സിസ്റ്റ് എ ഹോമോമോർഫിസം വിച്ച് ഈസ് ഇൻജക്റ്റീവ് ഫ്രം ദിസ് സെറ്റ് ടു ആർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കാണ്. പിന്നെ ലെറ്റ് ആർ ബി എ ഡൊമെയിൻ. ഡൊമെയിൻ മീൻസ് ഇൻറ്റഗ്രൽ ഡൊമെയിൻ. ഇൻറ്റഗ്രൽ ഡൊമെയിൻ എന്താണെന്നൊക്കെ നോക്കുക. സീറോ ഡിവൈസേഴ്സ് ഇല്ലാത്ത റിങ്ങിനെയാണ് ഇൻറ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ച് നോക്കാം. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഈസ് എയ്തർ സീറോ ഓർ എ പ്രൈം നമ്പർ. ഇഫ് ആർ ഈസ് ഫൈനൈറ്റ് ദെൻ ആർ ഈസ് എ ഫീൽഡ്. ഇഫ് ആർ ഈസ് ഫൈനൈറ്റ് ദെൻ ആർ ഈസ് എ ഫീൽഡ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഈസ് എ പ്രൈം നമ്പർ. ഇത് പറയുന്നത് നമ്മൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു. ഈ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഇൻറ്റഗ്രൽ ഡൊമെയിൻ വിൽ ബി എയ്തർ സീറോ ഓർ എ പ്രൈം നമ്പർ എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് റിസൾട്ട്. ഇൻറ്റഗ്രൽ ഡൊമെയിനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എയ്തർ സീറോ ഓർ എ പ്രൈം നമ്പർ. ഇനി ഫൈനൈറ്റ് ആയിട്ടുള്ള, ഇഫ് എ ഫൈനൈറ്റ് റിംഗ് ഇസ് ദർ, ഫൈനൈറ്റ് ഇൻറ്റഗ്രൽ ഡൊമെയിൻ ഉണ്ടെങ്കിൽ അതൊരു ഫീൽഡ് ആയിരിക്കും ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രൈം നമ്പർ ആയിരിക്കും. മൂന്ന് ഇൻഫർമേഷൻസ് ആണുള്ളത് ഇതിൽ. ഒന്ന്, എന്താണ് ഇൻറ്റഗ്രൽ ഡൊമെയിൻ, ഞാനതൊന്ന് പറയാം. ഇൻറ്റഗ്രൽ ഡൊമെയിൻ എന്ന് വെച്ചാൽ ഇസ് എ റിംഗ് ഇൻ വിച്ച് നോ divisors of 0 exist. എന്താണ് ഡിവൈസേഴ്സ് ഓഫ് സീറോ എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ Z6 നമുക്കറിയാം 2 × 3 ഈക്വൽ ടു എത്ര വരുന്നത്? 2 എന്ന് പറയുന്നത് Z6 ഒരു എലിമെൻ്റാണ്, 3യും എലിമെൻ്റാണ്, ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ 2ഉം 3യും നമ്മൾ ഡിവൈസേഴ്സ് ഓഫ് സീറോ എന്ന് പറയും. സീറോ ഡിവൈസേഴ്സ്, ദേ ആർ സീറോ ഡിവൈസേഴ്സ്. ഓക്കെ, അങ്ങനെ ഇതിൽ ഈ സെറ്റിൽ Z6ൻ്റെ അകത്ത് നമുക്ക് 2, 3 എന്ന സീറോ ഡിവൈസേഴ്സ് ഉള്ളത് കൊണ്ട് ദിസ് ഇസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമെയിൻ. അപ്പോൾ സീറോ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിലും സീറോ എന്ന് പറയുന്ന ഒരു സീറോ ഡിവൈസറാണ്, അതുണ്ടായാൽ പ്രശ്നമില്ല. ബട്ട് സീറോ അല്ലാത്തൊരു സീറോ ഡിവൈസർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റിങ്ങിനെ ഇൻറ്റഗ്രൽ ഡൊമെയിൻ അല്ല എന്ന് പറയും. സീറോ ഡിവൈസർ എന്ന് വെച്ചാൽ an element A is a zero divisor if there exists B such that AB equal to 0, B not equal to 0. If there exists a non-zero element B such that AB equal to 0. A എന്നത് എപ്പോഴാണ് സീറോ ഡിവൈസർ ആവുക? ഇഫ് വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് എ നോൺ സീറോ എലമെൻറ്റ് ടു ബിക്കം 0, then we say that A and B are zero divisors. അപ്പോൾ അങ്ങനെ സീറോ ഡിവൈസേഴ്സ് ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഒരു ഇൻറ്റഗ്രൽ ഡൊമെയിനാണ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇതെല്ലാം റിങ്ങുകളാണ്. അത് ഇൻറ്റഗ്രൽ ഡൊമെയിൻ കൂടിയാണ്. Z5 ഒരു ഇൻറ്റഗ്രൽ ഡൊമെയിനാണ്, Z7 ഇൻറ്റഗ്രൽ ഡൊമെയിനാണ്. എന്നാൽ Z6 ഇൻറ്റഗ്രൽ ഡൊമെയിൻ അല്ല നമ്മൾ കണ്ടു. ജനറലി
ZP where P is a prime will be an integral domain. Okay. ഇനി നമ്മൾ ഇവിടെ പറയുന്ന കാര്യം, if R is an integral domain, then characteristic of R equal to 0 or a prime P, and if R is finite field, finite integral domain is a finite integral domain, then R is a field. Field എന്താണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഈ കേസിൽ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ജനറലി ക്യാരക്ടറിസ്റ്റിക് 0 ഓർ പി ആയിരിക്കും ഇൻ്റഗ്രൽ ഡൊമൈന്. ബട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് എ പ്രൈം, 0 ആവില്ല. അതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. ചെറിയ പ്രൂഫാണെന്ന് തോന്നുന്നു. ലെറ്റ് എൻ ഈക്വൾ ടു ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ, ദെൻ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എൻ സെഡ് ഓവർ എൻ സെഡ് ഇസ് എ സബ്റിങ് ഓഫ് ആർ. ഓക്കെ, സബ്റിങ് ഓഫ് ആർ അല്ലെങ്കിൽ അതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ്റിങ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻ സെഡ് ഓവർ എൻ സെഡിൽ നിന്ന് ആറിലേക്ക് ഒരു 1-1 ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സബ്റിങ് ഓഫ് ആർ ആയിട്ട് കാണാം. ദിസ് മീൻ ദാറ്റ് സെഡ് ബൈ എൻ സെഡ് ഈസ് എ ഡൊമൈൻ. ഡൊമൈൻ മീൻസ് ഇൻ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, കാരണം ആറ് നമ്മൾ തന്നിട്ടുണ്ട്. ആർ ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ, അതുകൊണ്ട് അതിൻ്റെ സബ്റിങ്ങുകളെല്ലാം ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. അതുകൊണ്ട് സെഡ് ഓവർ എൻ സെഡും ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ, ഇതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ എൻ മസ്റ്റ് ബി പ്രൈം. നമുക്കറിയാം Z6 ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ല. അതിനുള്ള കാരണം 6ൻ്റെ പകുതിയാക്കിയാൽ നമുക്ക് 2 × ഒരു അനദർ നമ്പർ എന്നുള്ള രീതിയിൽ 0യെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ ദിസ് മസ്റ്റ് ബി പി. സോ ഇൻ ദിസ് വേ എൻ മസ്റ്റ് ബി 0 ഓർ എ പ്രൈം നമ്പർ. ഇഫ് ആർ ഈസ് എ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ, ഇത് ഒരിക്കലും 0 ആവാൻ കഴിയില്ല. അതുകൊണ്ട് ദാറ്റ് മസ്റ്റ് ബി എ പ്രൈം നമ്പർ. ഓക്കെ, എ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എക്സസൈസ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് നോക്കണം. ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഞാനൊരു റെഫറൻസ് ബുക്ക് പറയാം. അതിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രാലെ എന്ന് പറയുന്ന ഓതറുടെ കണ്ടംപററി അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്ന ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡിൻ്റെ പ്രൂഫ് ഫേമസ് ആണ്. അത് ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഇതിൽ നമുക്ക് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമെയിൻ എന്ന് പറയുന്ന സെക്ഷനാണ് പിന്നീട് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3.5 യുണീക്ക് ഫാക്ടറൈസേഷൻ. അത് ഇൻ്റഗ്രൽ ഡൊമെയിൻസിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷനാണ്. എന്താണ് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ചില ക്ലാസ് ഓഫ് ഇൻ്റഗ്രൽ ഡൊമെയിൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു റിങ്ങിൽ വരുന്ന ചില പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എലിമെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇൻ എ റിംഗ് ആർ, വാട്ട് ഈസ് മീൻ ബൈ എ യൂണിറ്റ്? ഒരു എലമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഏതൊരു എലമെൻ്റ് ആണെങ്കിലും അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ റിങ്ങിൻ്റെ അകത്ത് ഏതൊരു എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഇൻവേഴ്സേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എന്നുള്ള കാരണം ആർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പാണെന്ന് നമ്മൾ പറയുന്നില്ല. ഓൺലി അസോസിയേറ്റിവിറ്റി ഈസ് റിക്വയർഡ്. അപ്പോൾ ചില എലമെൻറ്റ്സിന് ഇൻ എ റിംഗ് ആർ, an element A belongs to R is a unit if
its multiplicative inverse exists. നമ്മൾ അതായത് if there exists b such that ab equal to 1 equal to b, ഒരു ബി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ ബി ഈസ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയും, മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓഫ് എ. അങ്ങനെ ഒരു ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് എ ഈസ് എ യൂണിറ്റ്. ഓക്കെ, ജനറലി നമ്മൾ 1 എന്നുള്ളതിനെ, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയെ യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. യൂണിറ്റി ഈസ് ഡിഫറെൻറ്റ്, യൂണിറ്റി ഈസ് different. Unity is 1. Unit is an element which has multiplicative inverse. So for example, Z എന്ന റിങ്ങിൻ്റെ അകത്ത് 1 ഈസ് എ യൂണിറ്റ്. കാരണം അത് യൂണിറ്റി ആണ്, അതുകൊണ്ട് 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 വരുന്നതുകൊണ്ട് 1 ഈസ് എ യൂണിറ്റ്. എന്നാൽ -1 ഈസ് ഓൾസോ എ യൂണിറ്റ്. കാരണം -1 ഇൻറ്റു -1 ഈക്വൽ ടു 1 വരുന്നതുകൊണ്ട് -1 ഈസ് എ യൂണിറ്റ്. Whereas 1/2 ഈസ് നോട്ട് എ യൂണിറ്റ്. 1/2 അല്ല, 2. സെഡിൻ്റെ അകത്തുള്ള എലമെൻസിനെ കുറിച്ചല്ല പറയുന്നത്. സെഡിൻ്റെ അകത്ത് ഇൻറ്റീജേഴ്സ് ആണുള്ളത്. 2 ഈസ് നോട്ട് എ യൂണിറ്റ്. കാരണം ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 1 കിട്ടണം എങ്കിൽ ഇതെന്തായിരിക്കും? 1/2 ആയിരിക്കും. പക്ഷേ ഈ 1/2 എവിടെ ഇല്ല. 1/2 ഡസ് നോട്ട് ബിലോങ്സ് ടു സെഡ്. അതുകൊണ്ട് 2 ഈസ് നോട്ട് എ യൂണിറ്റ്. ഒരു ഫീൽഡ് ആണെങ്കിൽ ഫീൽഡിൻ്റെ അകത്ത് എല്ലാ എലിമെൻസും, എല്ലാ നോൺ സീറോ എലിമെൻസും യൂണിറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഫീൽഡാണ്. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഫീൽഡാണ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഫീൽഡാണ്. ഇതിൻ്റെ അകത്ത് 0 ഒഴികെ ബാക്കിയെല്ലാം യൂണിറ്റ്സ് ആണ്. കാരണം അപ്പോൾ നമ്മൾ √3 എടുത്താൽ √3 ബിലോങ്സ് ടു R ആണ്. അപ്പോൾ 1/√3യും ആറിലുണ്ട്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അതുകൊണ്ട് √3 ഈസ് എ യൂണിറ്റ്. √3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/√3. എന്താണ് യൂണിറ്റ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി വെൻ വി സേ ദാറ്റ് 2 എലമെൻറ്റ്സ് ആർ ഡിവിസിബിൾ, divides, if x equal to ab, then we say that a divides x. ഒരു റിങ്ങിൻ്റെ അകത്ത് if you are able to write ab equal to c or c equal to ab, then we say that a divides c. ഓക്കെ, റിങ്ങിൻ്റെ അകത്ത് അങ്ങനെ എഴുതാൻ കഴിയുമെങ്കിൽ a divides c എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് x² - 1 എന്നത് ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ z, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഇൻറ്റീജർ കോഎഫിഷ്യൻസ്, അതാണ് നമ്മുടെ റിംഗ്. അതിൻ്റെ അകത്ത് x² - 1നെ നമുക്ക് എങ്ങനെ എഴുതാം? x - 1 ഇൻറ്റു x+1 എന്ന് എഴുതാം. അതുകൊണ്ട് x - 1 ഡിവൈഡ്സ് ദിസ് എലമെൻറ്റ് എന്ന് പറയും. x - 1 ഡിവൈഡ്സ് എന്നുള്ളത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനിലൂടെ നോട്ടേറ്റ് ചെയ്യാം. x² - 1. അങ്ങനെ വെൻ വി സേ ദാറ്റ് 2 എലമെൻറ്റ്സ് ആർ divisible, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി സേ ദാറ്റ് y ഈസ് എ ഡിവൈസർ ഓഫ് x ഇഫ് x ഈക്വൽ ടു ry ഫോർ സം r ബിലോങ്സ് ടു r. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് y ഡിവൈഡ്സ് x. ഓക്കെ, r* എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ R. ഫോർ എക്സാമ്പിൾ Z* എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ Z. അത് ഞാൻ നേരത്തെ പറഞ്ഞു 1 and -1, ഇത് രണ്ട് Z* ആയിട്ട് കിട്ടും. R* എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഈ R ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് R - 0. ഞാൻ പറഞ്ഞു 0 ഒഴികെ ബാക്കിയെല്ലാം യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ റിയൽ നമ്പേഴ്സ്. അങ്ങനെ ദാറ്റ് ഈസ് മീൻ ബൈ സിംപ്ലി R*. ഓക്കെ, ഇനി
uh, two elements are said to be associates if if we can write x is equal to u into y, where x if x belongs to r star, x എന്ന് പറയുന്നത് യൂണിറ്റ് അല്ലാത്തൊരു എലമെൻ്റ് ആണ് എന്ന് വിചാരിക്കുക. ആറിനകത്ത് യൂണിറ്റ് അല്ലാത്ത സാധാരണ ആറാണ്, റിയൽ നമ്പേഴ്സ് അല്ല. റിയൽ റിംഗ് ആർ, ആർ ഈസ് എ റിംഗ്, ജനറൽ റിംഗ്. എക്സ് ബിലോങ്സ് ടു ആർ സ്റ്റാർ, അതായത് യൂണിറ്റ് അല്ലാത്ത എലമെൻ്റ് ആണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു വൈ, വേർ യു ഈസ് എ യൂണിറ്റ്. Unit in R, then we say that x is a associate of y, or y is a associate of x എന്ന് എഴുതാം. Okay, or we say that x and y are associates. നമുക്ക് എക്സിനെ ഒരു യൂണിറ്റ് ഇൻറ്റു അനദർ എലമെൻ്റ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ദേ ആർ അസോസിയേറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഇൻ സെഡ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൽ 10 നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 10 എന്ന് എഴുതാം. അതുകൊണ്ട് 10ഉം 10ഉം അസോസിയേറ്റ്സ് ആണ്. അതുപോലെ 10നെ നമുക്ക് -1 ഇൻറ്റു 10 എന്ന് എഴുതാം. -1 ഇവിടെ ഉള്ള പ്രത്യേകത, -1 ഈസ് എ യൂണിറ്റ്. സോ 10നെ നമുക്കൊരു യൂണിറ്റ് ഇൻറ്റു അനദർ എലമെൻ്റ് എന്ന് എഴുതുന്നതുകൊണ്ട് 10 ആൻഡ് -10 ആർ അസോസിയേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്, അതിൽ എക്സ് എന്നതൊരു പോളിനോമിയലാണ്, √2x അനദർ പോളിനോമിയലാണ്. ഇവിടെ എക്സ് ഇൻറ്റു എക്സും √2x വി ക്യാൻ സേ ദാറ്റ് ദേ ആർ അസോസിയേറ്റ്സ്. കാരണം എക്സ് ഈക്വൽ ടു √2 ടൈംസ് എക്സ്, വേർ √2 ഈസ് എ യൂണിറ്റ് ഇൻ ആർ എക്സ്. അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, കാരണം അതിൻ്റെ ഇൻവേഴ്സ് 1/√2 ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. പക്ഷേ എക്സ് എന്ന് പറയുന്നത് അത് യൂണിറ്റ് അല്ല, കാരണം എക്സ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1/x ആണ്. 1/x പോളിനോമിയലാണോ? 1/x പോളിനോമിയൽ അല്ലാത്തതുകൊണ്ട് എക്സ് ഈസ് നോട്ട് എ യൂണിറ്റ്, √2 ഈസ് യൂണിറ്റ്. എക്സിനെ നമുക്ക് √2 ഇൻറ്റു ഒരു യൂണിറ്റ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ കഴിയുന്നതുകൊണ്ട്, സോറി അങ്ങനെയല്ല, എക്സ് ഈക്വൽ ടു അല്ല, √2x എന്ന പോളിനോമിയലിനെ നമുക്ക് √2 ഇൻറ്റു എ പോളിനോമിയൽ എക്സ് എന്ന് എഴുതാൻ കഴിയുന്നുണ്ട്. എക്സ് ആൻഡ് √2x ആർ അസോസിയേറ്റ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ അസോസിയേറ്റ്സ് എന്നുള്ളതാണ് അവിടെ ഡിസ്കസ്. ഇനി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, if D is a common divisor of A and B and every common divisor of A and B divides D, then we say that D is the greatest common divisor of A and B. And എപ്പോഴാണ് D is a divisor of A and B എന്ന് പറയുക എന്നുള്ളത് നമ്മൾ ഡിവൈസർ എന്നുള്ള പോർഷനിൽ ഡിസ്കസ് ചെയ്യും. ഇനി D is a divisor of A and D is a divisor of B. Also any divisor of A and B will divide D divides that divisor, then D is said to be the greatest common divisor. Okay. Then അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി ഇറഡ്യൂസിബിൾ എലമെൻറ്റ്സ്, നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമെയിൻ എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്. ഏതൊരു നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇപ്പോൾ 10 എന്ന നമ്പറിനെ നമുക്ക് 2 ഇൻറ്റു 5 എന്ന് ചെയ്യാം. ഇതൊരു യുണീക്ക് റെപ്രസെൻറ്റേഷനാണ്. 2 ഇൻറ്റു 5 ഓർ 5 ഇൻറ്റു 2. ഓക്കെ, അതാണ് യുണീക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൽ. അപ്പോൾ നമുക്ക് 26 അല്ലെങ്കിൽ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 2
raised to 8, 2 raised to 4 into, or sorry, 16 into അല്ല, ഇതിനെ നമുക്ക് 4 into 9 എന്ന് എഴുതാം, 2 square into 3 square. So these are factorization of 36 into prime factors, okay, or irreducible factors. ഇതിനെ ഇനി റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഈ 2നെ നമുക്ക് വീണ്ടും 2 പ്രൈമിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, അങ്ങനെയുള്ള ജനറലി ഇപ്പോൾ നമ്മൾ ഇൻറ്റീജേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഏതൊരു റിങ്ങിനെയും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ല എന്നതിനനുസരിച്ച് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമെയിൻ ഓർ നോട്ട് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ഇറഡ്യൂസിബിൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് ഡിഫൈൻ ചെയ്യണം. അതുപോലെ വാട്ട് ഈസ് മീൻ ബൈ എ പ്രൈം നമ്പർ, പ്രൈം എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ലെറ്റ് ആർ ബിലോങ്സ് ടു ആർ മൈനസ് ആർ സ്റ്റാർ, അതിനെയാണ് നമുക്ക് നോട്ട് യൂണിറ്റ്. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, ആർ മൈനസ് ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോട്ട് ബിലോങ്സ് ടു എ യൂണിറ്റ്. യൂണിറ്റ് അല്ലാത്തൊരു എലമെൻ്റാണ് ആർ. If R equal to AB for AB belongs to R implies that either A or B is a unit. Okay. എന്താണ് ഇത് പറഞ്ഞത് മനസ്സിലായോ? If we say that R belongs to R minus R star is irreducible, whenever R is written as AB, ആറിൻ്റെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് 2 എലമെൻറ്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ദെൻ എയ്തർ ഓഫ് A or B must be a unit. നമ്മൾ ആറിനെ പ്രൊഡക്റ്റ് ഓഫ് 2 എലമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ എഴുതാൻ കഴിയും, പക്ഷേ എഴുതുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒന്ന് യൂണിറ്റ് ആയിട്ട് എഴുതാൻ കഴിയുള്ളൂ, അല്ലാണ്ട് നോൺ യൂണിറ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയില്ല. എങ്കിൽ അത് ഇറഡ്യൂസിബിളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് 5നെ പ്രൊഡക്റ്റ് ഓഫ് 2 ഇൻറ്റീജേഴ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 5 into 1 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ 1 എന്താണ്? യൂണിറ്റ് ആണ് ഇൻ ഇസഡ്. ഓക്കെ, അതുകൊണ്ട് 5നെ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയില്ല? പ്രൊഡക്റ്റ് ഓഫ് നോൺ യൂണിറ്റ്സ് എലിമെൻറ്റ്സ് ആയിട്ട് എഴുതാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് -5 into -1 എന്ന് എഴുതാം. പക്ഷെ -1ഉം എന്താണ്? യൂണിറ്റ് ആണ്. അല്ലാണ്ട് 5നെ 2 ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ 5നെ 2 ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് യൂണിറ്റ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് 5 ഈസ് ഇറഡ്യൂസിബിൾ. ഓക്കെ, വേറെ 6നെ നമുക്ക് 2 ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. ഇവിടെ 2ഉം എന്തല്ല, 2 ഈസ് നോട്ട് എ യൂണിറ്റ്, 3 ഈസ് ഓൾസോ നോട്ട് എ യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ട് 6 ഈസ് റെഡ്യൂസിബിൾ. So what is mean by irreducible and reducible elements എന്നതാണ്. അപ്പോൾ ഇതിൽ യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രൽ ഡൊമൈനിൽ ഏതൊരു എലമെൻറ്റിനെയും പ്രൊഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ that integral domain is unique factorization domain. Okay. Any element can be written as product of irreducible factors in a unique way. അതിന് എക്സാമ്പിളാണ് ഇസഡ്. ഏതൊരു നമ്പറിനെയും നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ കഴിയും. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഇങ്ങനെയുള്ള നമ്പേഴ്സായിട്ട്, പ്രൈം ടൈപ്പ് നമ്പേഴ്സായിട്ട് എഴുതാൻ പറ്റും. ഈ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഇറഡ്യൂസിബിളും പ്രൈമും തമ്മിൽ ചില സമയത്തൊക്കെ ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ ബൈ ഡെഫിനിഷൻ ദേ ആർ ഈക്വൽ. എ പി എന്ന എലമെൻറ്റ്, പി ഈസ് നോട്ട് എ യൂണിറ്റ്, എ നോൺ യൂണിറ്റ് എലമെൻറ്റ് പി is called prime whenever p divides the product xy. P divides xy implies p divides x or p divides y. If this property is satisfied by some p, then we say that p is a prime element of R.
എന്താണ് യൂണിറ്റ്, എപ്പോഴാണ് ഒരു രണ്ട് എലിമെൻറ്റ്സ് റെഡ്യൂസിബിൾ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നൊന്നിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറയാം. പിന്നെ എന്താണ് ഇറെഡ്യൂസിബിൾ എലമെൻറ്റ്, എന്താണ് പ്രൈം എലമെൻറ്റ്, അതുപോലെ എന്താണ് അസോസിയേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം.